സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. 3000 വർഷം മുമ്പ് ലോകത്തിലുണ്ടായിരുന്ന ഇന്ന് നിലനിൽക്കുന്ന രണ്ട് ദൈവങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ. ഒന്ന് യഹൂദരുടെ ദൈവമായ യഹോവയും, രണ്ട് ചൈനക്കാർ പുതുവത്സര ദേവതയായി ആരാധിച്ചിരുന്ന ഡ്രാഗൺ എന്ന പുതുവത്സര ദേവത, വ്യാളിയുടെ രൂപമുള്ള പുതുവത്സര ദേവത. ഈ രണ്ട് ദൈവങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്തിൽ ആരാധിക്കപ്പെടുന്നതായിട്ടുള്ള 3000 വർഷം മുമ്പ് അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതൽ ആരാധിക്കപ്പെട്ടിരുന്ന രണ്ട് ദൈവസങ്കല്പങ്ങൾ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. അതൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ യുഗാന്ത്യത്തിൽ നടക്കുന്ന യുദ്ധം, അതായത് മൂന്നാം ലോകമഹായുദ്ധം എന്നൊക്കെ പറയാം. ഈ ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ട രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് ചൈനയും ഇസ്രായേലുമാണ്. ചൈനയും ഇസ്രായേലും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചൈന ഇതിൻ്റെ അകത്ത് തലയിടേണ്ടി വരുന്നതെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാം. അതായത് ചൈനയ്ക്ക് ഇസ്രായേലിനോട് യാതൊരുവിധ ശത്രുതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ചൈനയ്ക്കൊരു കാര്യമുണ്ടായിരിക്കും. അതായത് ലോകത്തിൻ്റെ നേതൃത്വം അവർക്ക് നേടിയെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലോകത്തിൻ്റെ നേതൃത്വം നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുമ്പം ലോകത്തിലെ മറ്റു രാജ്യങ്ങളിൽ യൂറോപ്യന്മാരോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അതുമല്ലെങ്കിൽ ജപ്പാനികളോ ആരും അവരുടെ നേതൃത്വം അല്ലെങ്കിൽ അവരുടെ ലോകാധിപത്യ നേതൃത്വം അംഗീകരിക്കില്ല. പക്ഷേ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. അത് ഇസ്ലാമികളാണ്. ഇസ്ലാമിക ലോകം ചൈനയുടെ നേതാവായി അവർ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അത് തന്നെയല്ല, അവരെ വൻ ഹാർദവുമായിട്ട് ചൈനയെ തങ്ങളുടെ നേതാവായിട്ട് ഇസ്ലാമിക ലോകം അംഗീകരിക്കും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അവർ പറയുന്ന ഒരു കാരണം ഇസ്രായേലിനോടുള്ള വെറുപ്പ് തന്നെയായിരിക്കും. അങ്ങനെ ഇസ്രായേലിനോടുള്ള വെറുപ്പിൽ നിന്ന്, അതായത് ചൈന ഇസ്രായേലിനെ നശിപ്പിക്കാൻ തങ്ങളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രമായിരിക്കും അവർ ചൈനയുടെ നേതൃത്വം ചൈനയെ തങ്ങളുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിരന്തരം ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചൈന ആദ്യമൊന്നും ഇതിൽ ഇടപെടുകയില്ലെങ്കിൽ പോലും വളരെ ബുദ്ധിപൂർവ്വമായിരിക്കും ചൈന ഇടപെടുന്നത്. അതായത് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ലോകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമായിരിക്കും ചൈന ചാടി. അതായതൊരു 2056 ചൈന അതിന് തയ്യാറാവുള്ളൂ. അന്നേരത്തേക്കും ചൈന ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി എതിർത്താലും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു പവർ തങ്ങൾക്കുണ്ട് എന്നുള്ളൊരു മിഥ്യാബോധം അവരിലുണ്ടാകും. അങ്ങനെ ആ മിഥ്യാബോധം ഉണ്ടായതിനു ശേഷം മാത്രമേ അവർ ഇസ്ലാമികളുടെ ഈ ആവശ്യത്തിന് വഴങ്ങുകയുള്ളൂ. പക്ഷേ ആ യുദ്ധത്തിൻ്റെ അവസാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ചൈനയ്ക്കെതിരായി തിരിയുന്നതോടുകൂടിയാണ് ആ യുദ്ധം അവസാനിക്കുന്നത്. അങ്ങനെ ആത്യന്തികമായിട്ട് ചൈനയെ പരാജയപ്പെടുത്തുന്നത് റഷ്യയാണ്. ബൈബിൾ പ്രവചനങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ മനസ്സിലാവുന്നത്.